ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന യുവാവിനെ മോഷണക്കുറ്റം ആരോപിച്ച് പരിശീലന കേന്ദ്രത്തിൽ വെച്ച് മർദ്ദിച്ചതായി പരാതി. കോഴിക്കോട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ ഹ്യൂമാനിറ്റി ലൈഫ് കെയർ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിലെ പരിശീലകനെതിരെയാണ് പരാതി. മർദ്ദനത്തിൽ പരിക്കേറ്റ മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശിയുടെ കുടുംബം നൽകിയ പരാതിയിൽ കോഴിക്കോട് വെള്ളയിൽ പോലീസ് കേസെടുത്തു. ജനുവരി 12-നാണ് കേസിനാസ്പദമായ സംഭവം. മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശിയായ 30-കാരനാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. മോഷണക്കുറ്റം ആരോപിച്ച് സ്ഥാപനത്തിലെ പരിശീലകനായ വിശ്വനാഥൻ എന്നയാൾ തടഞ്ഞുവെച്ച് മർദ്ദിച്ചു എന്നാണ് കുടുംബം നൽകിയ പരാതി. വെള്ളയിൽ പ്രവർത്തിക്കുന്ന ഹ്യൂമാനിറ്റി ലൈഫ് കെയർ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിൽ താമസിച്ച് കുടുംബത്തിലെ ഒരു കല്യാണത്തിനായി ഇയാളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ യുവാവ് 1500 രൂപ മോഷ്ടിച്ചിട്ടുണ്ടെന്നും അന്വേഷണം കഴിഞ്ഞ് പറഞ്ഞുവിടാമെന്നുമാണ് സ്ഥാപനത്തിലുള്ളവർ അറിയിച്ചത്. സംശയം തോന്നിയ വീട്ടുകാർ തിങ്കളാഴ്ച സ്ഥാപനത്തിലെത്തിയപ്പോഴാണ് യുവാവിന്റെ ശരീരത്തിലെ ഗുരുതരമായ പരിക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. മർദ്ദനമേറ്റ യുവാവിനെ ഉടൻ തന്നെ വീട്ടുകാർ കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മുഖത്തും പുറത്തും കൈക്കും കാലിനുമടക്കം മർദ്ദനമേറ്റ യുവാവിനെ രക്തം കല്ലിച്ച നിലയിലാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് വെള്ളയിൽ പോലീസ് പറഞ്ഞു. യുവാവിന്റെ സഹോദരൻ നൽകിയ പരാതിയിൽ വെള്ളയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.